ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശി പ്രതാപനോട് ലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ കഴുത്തിലെ മറുകിനെക്കുറിച്ചും ഇനി ആ കുഞ്ഞ് ദൈവികാവതാരം വല്ലതും ആണോ എന്ന് മാത്രമല്ല, കാരണം മോളിപ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി അഭിനയിക്കുന്നത് നിനക്ക് വേണ്ടിയാണെന്നും എങ്കിലും കണ്ണനും ലക്ഷ്മിക്കും കുഞ്ഞിനും ആപത്ത് വരണേ എന്ന് തന്നെയാണ് മോളുടെ പ്രാർത്ഥന എന്നും ഒന്നിനും കൊള്ളാത്ത ഒരുത്തന് എല്ലാം എഴുതി കൊടുത്തു. ഇനി കേസ് നടത്തി എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും അമ്പലത്തിൻ്റെ നടയിലൊക്കെ പോയി കിടക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഞാൻ ഉപവാസമൊക്കെ എടുത്ത് തുടങ്ങാനാണ് തീരുമാനിക്കുന്നതെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ ഒരു ശീലമായിക്കോളൂ എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. മറ്റൊരു വഴിയുമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും കാൽക്കൽ വീഴാം എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ഇപ്പോൾ കണ്ണനേക്കാൾ പേടിക്കേണ്ടത് ദുർഗയാണ്. ദുർഗയുടെ സ്വഭാവമൊക്കെ മാറിക്കഴിഞ്ഞു, അവളിപ്പോൾ ശരിക്കും ദുർഗയായി മാറി എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് കണ്ണൻ്റെ അടുത്ത് എത്തുന്ന ദുർഗ കണ്ണൻ കുട്ടിയായിരുന്ന സമയത്ത് കാലിലൊരു ചെറിയ മുറിവ് പറ്റിയാൽ പോലും തനിക്കത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നെല്ലാം ഓർത്ത് കണ്ണീരൊഴുകുന്നു. അങ്ങനെ ദുർഗയുടെ കണ്ണുനീർ കാലിൽ വീഴുന്നതും കണ്ണൻ ഉണരുന്നുണ്ട്. തുടർന്ന് നിന്നോട് ഞാൻ ചെയ്തതിനൊക്കെ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണം മോനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ മുന്നിൽ പൊട്ടിക്കരയാനുണ്ട് ദുർഗ. തുടർന്ന് കുഞ്ഞിന് നൂലുകെട്ട് ദിവസം അണിയാനുള്ള തളയും വളകളും എല്ലാം ദുർഗ കണ്ണനെ ഏൽപ്പിക്കുന്നുണ്ട്. അമ്മയ്ക്കും നാളെ വന്നൂടെ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ ആർക്കും എന്നെ വിശ്വാസം വന്നിട്ടില്ലല്ലോ, എല്ലാവരും എന്നെ വിശ്വസിക്കട്ടെ, പിന്നെ ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ഞാൻ പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇത് കൊണ്ടുപോകാൻ മോൻ മറക്കരുത് എന്നും ദുർഗ പറയുന്നുണ്ട്. വീണ്ടും കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്തു കൂട്ടിയ എല്ലാ ക്രൂരതകൾക്കും ദുർഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണനോട് മാപ്പ് ചോദിക്കുമ്പോൾ ചെയ്ത തെറ്റുകളെല്ലാം നമുക്ക് മറന്നു കളയാമെന്നും അത് ആവർത്തിക്കുന്നതാണ് സഹിക്കാൻ കഴിയാത്തത് എന്നും കണ്ണൻ പറയുമ്പോൾ ഇല്ല മോനെ, ഈ അമ്മ ഇനി ഒരിക്കലും നിന്നോട് ഒരു ക്രൂരതയും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. മാത്രമല്ല കുഞ്ഞിനെയും കൊണ്ട് ലക്ഷ്മി മോള് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ അമ്മ തന്നെ ചെയ്തു കൊടുക്കുമെന്നും മോനോട് ചെയ്തതിനൊക്കെയുള്ള പ്രായശ്ചിത്തം എനിക്ക് അങ്ങനെ വേണം ചെയ്തു തീർക്കാമെന്നും ദുർഗ കൂട്ടിച്ചേർക്കുന്നു. ഇതേ സമയം ശത്രുക്കളാണെങ്കിൽ നൂലുകെട്ട് ദിവസം എന്തെങ്കിലുമൊക്കെ തിരിച്ചടി കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. തൽക്കാലം ഇപ്പോൾ മാർക്കോയുടെ കയ്യിൽ നിന്നും ശത്രുക്കൾക്ക് ഒന്നടങ്കം നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അവസരങ്ങൾ വരും. കാരണം നൂലുകെട്ട് കഴിഞ്ഞാൽ മഹാലക്ഷ്മി കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തേക്കാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരുടെ സന്തോഷം തല്ലിക്കെടുത്തണം എന്ന് തന്നെയാണ് ശത്രുക്കൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ആ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായിട്ട് ശത്രുക്കൾക്ക് കഴിയില്ല. കാരണം ദൈവാധീനം വേണ്ടുവോളം ഒരു കുഞ്ഞാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും. പിന്നീട് നൂലുകെട്ട് ദിവസം കണ്ണൻ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. തുടർന്ന് കണ്ണൻ അമ്മ കുഞ്ഞിന് വേണ്ടി തന്നു വിട്ടിട്ടുള്ള ആ തളയും വളകളും എല്ലാം മഹിയെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ മഹിക്കാണെങ്കിൽ അതെല്ലാം കണ്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് കരുണയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുത്തശ്ശിയിൽ നിന്നും കരുണയറിയാതെ ഉണ്ണിയെല്ലാം എഴുതി മേടിച്ച കാര്യങ്ങളെല്ലാം കണ്ണൻ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അപ്പോൾ ലേഖ പറയുന്നുണ്ട് ഒരിക്കലും അമ്മയെ വിശ്വസിക്കാൻ കഴിയില്ല, എപ്പോഴാണ് അവരുടെ തനി നിറം പുറത്താകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം ഓർമ്മിപ്പിക്കുമ്പോൾ ഇല്ല ലേഖയെ, അമ്മയുടെയും മാറ്റം സത്യം തന്നെയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അമ്മ അച്ഛനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഈ മരണം അമ്മയ്ക്ക് വല്ലാത്തൊരു ആഘാതം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും നൂലുകെട്ടിൻ്റെ ആ ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങുന്നു. ലേഖ തന്നെയാണ് കുഞ്ഞിനെ ഒരുക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. മഹി കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ലേഖ. അപ്പോൾ മഹി ലേഖയുടെ വിഷമം കാണുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അധികം ദൂരേക്കൊന്നും അല്ലല്ലോ ലേഖ പോകുന്നത്, ലേഖയ്ക്കും അനന്തുവേട്ടനും കുഞ്ഞിനെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും അവിടേക്ക് വരാം, ഞങ്ങളും ഇവിടേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി ലേഖയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചാലും ലേഖ കുഞ്ഞിൻ്റെ പോറ്റമ്മ തന്നെയാണ്, നമുക്ക് രണ്ടു പേർക്കും കുഞ്ഞിൻ്റെ മേൽ തുല്യ അവകാശമാണുള്ളതെന്നും മാത്രമല്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ലേഖ എന്നെ നോക്കിയ കാര്യങ്ങളൊന്നും എനിക്കൊരിക്കലും മറക്കാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യത്തോടെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിച്ചതെന്ന് മഹി പറയുന്നു. അപ്പോൾ മോഹിനിയും നൂലുകെട്ട് ദിവസം അവിടേക്ക് ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും മാർക്കോയുടെ കയ്യിൽ നിന്നും പ്രതാപനും വാമനും നല്ലൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ തൽക്കാലം അവരൊന്നിനും മുതിരില്ല, അവരെ അപായപ്പെടുത്തുന്ന രീതിയിൽ ഒന്നിനും മുതിരില്ല എന്ന് തന്നെയാണ് കണ്ണനും മഹിയും അനന്തവും ലേഖയും ഒക്കെ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും വാമൻ പ്രതാപനെ തേടി ചെല്ലുന്നുണ്ട്. കാരണം ഈ നൂല് കേട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അലങ്കോലപ്പെടുത്തണം,
അവരുടെ സന്തോഷം തല്ലിക്കെടുത്തണം. നമ്മളെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് അവരെല്ലാവരും കൂടി സന്തോഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ പ്രതാപനും വാമനും ചേർന്ന് അവരുടെ തടി കേടാകാത്ത രീതിയിൽ ഒരു വൻ ചതി തന്നെയാണ് കേട്ടോ ഒരുക്കുന്നത്. അതായത് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ആ കുഞ്ഞാണ്. കാരണം കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഏക അവകാശിയാകാനായിട്ട് പോകുന്നത് ആ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കണ്ണനും മഹാലക്ഷ്മി മാനസികമായിട്ട് തളരും. മാത്രമല്ല അവരെ എങ്ങനെയെങ്കിലുമൊക്കെ അതോടുകൂടി അപായപ്പെടുത്തി കഴിഞ്ഞാൽ ആ സ്വത്തുക്കളൊക്കെ വീണ്ടും പഴയപടി തങ്ങളിലേക്ക് വന്നു ചേരും എന്നൊക്കെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നൂലുതീട്ട് ദിവസം ആ കുഞ്ഞിനെ വകവരുത്താൻ എന്ന ലക്ഷ്യമാക്കിയിട്ട് വലിയ ചതി അവർ ഒരുക്കാനായിട്ട് ഗൂഢാലോചന നടത്തുന്നു. അതിനു വേണ്ടിയിട്ടാണ് പ്രതാപനും വാമനും ഇത്രത്തോളം തിരിച്ചടികൾ കിട്ടിയിട്ടും വീണ്ടും ഒരുമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കൊടിയ വിഷമുള്ള ഒരു പാമ്പിനെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് കടത്തി വിട്ടിട്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുക എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാകുമ്പോൾ ആർക്കും സംശയവും തോന്നുന്നില്ല. യാദൃശ്ചികമായിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് മാത്രമേ മറ്റുള്ളവർ കരുതൂ. അതുകൊണ്ട് തന്നെയാണ് സിദ്ധിയായിട്ടുള്ള അമ്മ മാർക്കോയോട് പറഞ്ഞത് സർപ്പ് ദംശനം ഏറ്റാൽ പോലും ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല എന്ന്, കൊടിയ വിഷം ഉള്ളിൽ ചെന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്ന്. ഏതായാലും ഇങ്ങനെ ഒരു വൻ ചതിയാണ് കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും ഒന്നും അറിയാതെ നൂലുകെട്ട് ദിവസം അവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്